السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه والذين اتبعوه بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നടുവിലെ 10ഉം ഒടുവിലെ 10ഉം ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധാപൂർവം അമലും സാലിഹാത്ത് ചെയ്യാൻ ശ്രമിക്കണം. നമസ്കാരങ്ങൾ, നിർബന്ധ ജമാഅത്ത് നമസ്കാരങ്ങൾ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള ദിക്റുകൾ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ഇഫ്താറു സായിം, ആ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾ, കുടുംബ സന്ദർശനങ്ങൾ, സ്ഥാപനങ്ങളും പൊതു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കൽ, അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ഈ മാസം ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ എല്ലാവരും കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഹദീസ് ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സംസാരത്തിൽ പ്രമുഖമായ ഭാഗം ഭരണാധികാരികളെ ആയ ആളുകളെ അനുസരിക്കുന്നതിലും അവർക്ക് അനുസരണം കൊടുക്കുകയും കുറ്റകരമായ കാര്യങ്ങൾ അവർ കൽപ്പിക്കാത്തിടത്തോളം കാലം അവരുടെ വ്യക്തിജീവിതത്തെയോ അല്ലെങ്കിൽ അവരുടെ സാധാരണ ജീവിതത്തെയോ ചുഴിഞ്ഞന്വേഷിച്ച് അത് സമൂഹത്തിൽ പാട്ടാക്കി അതിനെതിരെ വിപ്ലവം ഉണ്ടാക്കി അരാജകത്വം ഉണ്ടാക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണിച്ച സമൂഹത്തിനും നാട്ടിനും ഒക്കെ വന്നിട്ടുള്ള ആപത്തുകൾ വളരെ പ്രകടമാണ്. ഒരുപാട് സഹോദരന്മാർ കൊല്ലപ്പെട്ടു, ഒരുപാട് ധനം അനാവശ്യമായി നശിപ്പിക്കപ്പെട്ടു, ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാന ജീവിതവും തകർന്നുപോയി. അതുകൊണ്ട് വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുകയും ഭരണകർത്താക്കളോട്, മുസ്ലിം ഭരണാധികാരികളോട് വളരെ പക്വതയോടെ, വളരെ അനുസരണത്തോടെ അവർക്ക് ഗുണകാംക്ഷികളായി നാം നിലകൊള്ളുകയും ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിൽപ്പെട്ട ഒരു ഹദീസാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ഏതാനും ഹദീസുകൾ കൂടി ചിലതൊക്കെ ആവർത്തന സ്വഭാവമുള്ളതാണ്. പക്ഷേ എങ്കിലും വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് അവ ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രം. കാരണം പലപ്പോഴും ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളുടെയും ധാരണ ഭരണാധികാരിയെ ചോദ്യം ചെയ്യണം, അയാൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കണം, അയാളെ സ്ഥാനഭ്രഷ്ടനാക്കണം. അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഏറ്റവും ഒടുവിലെ കാര്യം മുൻകൂട്ടി തന്നെ എടുത്തു ചാടി പ്രവർത്തിച്ച് നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുക, അതിന് ഒരിക്കലും നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മർഇൽ മുസ്ലിമി അസ്സംഉ വത്താഅതു ഫീമാ അഹബ്ബ വകരിഹ. ഒരു മുസ്ലിം സഹോദരന് അവൻ കേൾക്കണം, അനുസരിക്കണം. അവൻ ഇഷ്ടപ്പെട്ട കാര്യത്തിലാകട്ടെ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിലാകട്ടെ, ഭരണാധികാരികൾ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അനുസരിക്കണം. ചിലപ്പോൾ അവനിഷ്ടമുള്ള കാര്യമായിരിക്കും പറയണത്, അതുമാത്രം അനുസരിച്ചാൽ പോരാ. അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യവും അവർ പറഞ്ഞെന്ന് വരും, അതിലും അവൻ അനുസരണം കൊടുക്കണം. ഇല്ലാ അൻ യുഅ്മറ ബിമഅസിയ, എന്നാൽ ഒരു തെറ്റ് അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒരു കുറ്റം പ്രവർത്തിക്കാനാണ് അവൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇദാ ഉമിറ ബിമഅസിയത്തിൻ ഫലാ സമഅ വലാ തഅ, അപ്പോൾ നമ്മൾ അവരെ കേൾക്കുകയോ അവർ പറയുന്നത് അനുസരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നർത്ഥം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്,
കുന്ന ഇദാ ബയഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സമഇ വത്താഅ യഖൂലു ലനാ ഫീമാ ഇസ്തതഅതു. ഞങ്ങൾ ബയ്യത്ത് കൊടുക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞങ്ങളൊക്കെ ബയ്യത്ത് കൊടുത്തു. അപ്പോൾ ആ ബയ്യത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് അല സമഇ വത്താഅ. താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, താങ്കൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ആ ബയ്യത്തിലുണ്ട്. അപ്പോൾ അവരങ്ങനെ ബയ്യത്ത് പറയുമ്പോൾ പ്രവാചകൻ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തി ആ ബയ്യത്തിൻ്റെ വാചകത്തിൽ. ഫീമസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു ഭരണാധികാരി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അവരെന്താ ചെയ്യുക? അപ്പോൾ സാധ്യമാകുന്ന കാര്യം മാത്രമേ അവർക്ക് അതിന് ബാധ്യതയുള്ളൂ. സാധ്യമാകാത്ത കാര്യങ്ങൾ, ഇപ്പോൾ വലിയ ഭാരിച്ച നികുതി, അവർക്ക് വീടും പറമ്പും കൂടി വിറ്റാൽ പോലും ആ നികുതി അടച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അവർക്ക് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം, അതാണ് ഫീമസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം എന്ന് പ്രവാചകൻ ഒരു ഷർത്ത് പറഞ്ഞത്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ ഖലഅ യദൻ മിൻ തഅതി ലഖിയല്ലാഹ യൗമൽ ഖിയാമത്തി ഫലാ ഹുജ്ജത ലഹു. ഇനി ഒരു ഭരണാധികാരിയെ, ഉലുൽ അംറിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ അയാൾക്ക് അനുസരണം കൊടുത്തുകൊണ്ടും ആ നാട്ടിൽ ഒരു കൂറോടുകൂടി ആ ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരാൾ പിന്നെ ഹലഅദൻ, അവൻ്റെ കൈ വലിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ആ അനുസരണം ലംഘിച്ചു. അവർക്ക് കൊടുക്കുന്ന, അവരുടെ ആ ഭരണാധികാരത്തിന് കൊടുക്കുന്ന അംഗീകാരം അയാൾ പിൻവലിച്ച് പരസ്യപ്പെടുത്തി. ഇദ്ദേഹം പിന്നെ ശരിയായ ഭരണാധികാരിയല്ല, അതുകൊണ്ട് എല്ലാവരും ഇയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടേണ്ടതാണ് എന്ന വലിയ ആഹ്വാനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലൊക്കെ കൂടിക്കൊടുത്തു. അങ്ങനെ ചെയ്താൽ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ പെട്ടെന്ന് ആ ഭരണകൂടത്തോടുള്ള, ഭരണാധികാരിയോടുള്ള അനുസരണവും കൂറും പിൻവലിച്ച് ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നാൽ ഖിയാമത്ത് നാളിൽ ഈ സഹോദരൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ വലാ ഹുജ്ജത ലഹു, അവന് അനുകൂലമായി ഒരു തെളിവും അവനുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ചോദ്യം ചെയ്യലിൽ അവൻ രക്ഷപ്പെടുകയില്ല. ഒമൻ മാത്ത ലൈസ ഫീ ഉനുഖിഹി ബൈഅത്തുൻ മാത്ത മീതത്തുൻ ജാഹിലിയ്യ. ഇനി ബൈഅത്തില്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ, അതായത് ഒരു മുസ്ലിം ഭരണാധികാരിക്ക് കൊടുക്കുന്ന അനുസരണത്തിനാണ് സാങ്കേതിക ഭാഷയിൽ ബൈഅത്ത് എന്ന് പറയാം. കാരണം ദീനിയായ കാര്യങ്ങൾ നടപ്പാക്കുന്നിടത്തോളം കാലം നമസ്കാരം നിലനിർത്തുകയും ദീനിയായ ആചാരങ്ങൾക്ക് മുടക്കമില്ലാതിരിക്കുകയും സുഗമമായി ഇസ്ലാമിക ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നിടത്ത് പിന്നെ ഭരണാധികാരിയുടെ കൊട്ടാരം വലുതാണ്, അല്ലെങ്കിൽ ഭരണാധികാരി സഞ്ചരിക്കുന്ന കാറ് വില കൂടിയതാണ്, അല്ലെങ്കിൽ അയാൾ കീശയിൽ കുത്തിയ പെന്നിന് ലക്ഷക്കണക്കിന് റുപ്യൻ്റെ വിലയാണ്, അയാൾ കയ്യിൽ കെട്ടിയ വാച്ചിന് അങ്ങേയറ്റത്തെ വില കൂടിയ സാധനമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അതിലൊക്കെ ധാരാളം ഉപന്യസിക്കുന്ന ആളുകളുണ്ട്. അറബ് ഷേഖന്മാർ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പരിഹസിക്കുന്നവർ. സഹോദരന്മാർ, അതൊന്നും നമ്മുടെ പണിയല്ല. നമുക്ക് നമ്മുടേതായ ആ അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഒരു സാമൂഹിക സാഹചര്യം ആ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ അനുസരണത്തിൽ നിൽക്കണം. അതാണ് നമ്മുടെ ബാധ്യതയിലുള്ള, നമ്മുടെ ഉനുക്കിൽ പെരടിയിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യതയുള്ള ബൈഅത്ത്. അതില്ലാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെ നാട്ടിൽ ഒരു കുഴപ്പത്തിന് നേതൃത്വം കൊടുത്തു, അതിൽ പങ്കാളികളായി, അതിൽ ആയുധമെടുത്തു, നാട്ടിൽ വലിയ അരാജകത്വവും സമരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കി അതിലയാൾ കൊല്ലപ്പെട്ടു നിൽക്കുക. അവൻ മാത്ത മീത്തത്തൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമാണ് മരണപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജാഹിലിയ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആളുകൾ അവർക്ക് ദീനില്ല, വിശ്വാസങ്ങളൊക്കെ പഴച്ചത്, കർമ്മങ്ങളൊക്കെ തെറ്റിയത്, അങ്ങനെ വളരെ അരക്ഷിതാവസ്ഥയിലായ ഒരു ജീവിതമാണ് ജാഹിലിയ ജീവിതം. അതിൻ്റെ നേരെ എതിരാണ് ഇസ്ലാം. ജാഹിലിയത്തും ഇസ്ലാമും
അപ്പോൾ ആ ജാഹിലിയ കാലത്ത് ഒരാൾ മരണപ്പെടുന്നത് പോലെയാണ് ബൈഅത്തിനെ ധിക്കരിച്ച ഭരണാധികാരികളുടെ അനുസരണത്തെ ഊരിയെറിഞ്ഞ് പ്രതിവിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അവൻ ജാഹിലിയ മരണത്തിലാണ് മരണപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറൊരു റിവായത്തിൽ കാണാം, ഒമൻ മാതബു മുഫാരിഖുൽ ജമാഅ ഫഇന്നഹു യമൂതു മീതത്തുൻ ജാഹിലിയ. അതേ പ്രകാരം തന്നെ ഒരു സംഘം ആളുകൾ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു, മുവാഹിദുകളാണ്, പ്രവാചകനെ അനുസരിക്കുന്നു, പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ജമാഅത്ത്, ആ ജമാഅത്ത് അതിനെതിരായി രംഗത്ത് വന്ന് അതിന് വിരുദ്ധമായ നായാട്ടും കച്ചറകളും ഉണ്ടാക്കിയാൽ ഫൈന്നഹു യമൂതു മീതത്തുൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒന്നിച്ചുള്ള നിലനിൽപ്പിനെ ഭീഷണിയാവുന്ന വിധം പെരുമാറുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ ജാഹിലിയ മരണത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അനുസരിക്കേണ്ട. അപ്പോൾ ഇനി മതത്തിൻ്റെ പ്രത്യക്ഷമായ നിയമങ്ങളല്ല, രാജ്യത്തിൻ്റെ നിയമങ്ങളാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കണം. ഉദാഹരണത്തിന് ട്രാഫിക് നിയമങ്ങൾ. അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ അത് അപകടങ്ങൾ ഇല്ലാതിരിക്കാനും എല്ലാ യാത്രക്കാർക്കും ഒരു നിശ്ചിത സമയത്ത് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താനും വേണ്ടിയാണ് ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാൾ അത് ലംഘിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് മാത്രമല്ല ആ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കും, ട്രാഫിക് തടസ്സപ്പെടും, ഒരുപാട് ആളുകൾ വഴിയിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സുഗമമായി പോകാം. അപ്പം അത് പാലിക്കാൻ തയ്യാറാണ്. അത്തരം നിയമങ്ങൾ രാജാവുണ്ടാക്കും. അപ്പം ഹജ്ജ് എല്ലാവർക്കും ചെയ്യണം, ഹജ്ജ് ഓരോരുത്തരുടെയും മതപരമായ ഒരു അവകാശമാണ്. അയാൾക്ക് അതിനുള്ള ആരോഗ്യവും അതുപോലെ പണവും നിർഭയമായ യാത്രാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒരൊറ്റ കൊല്ലം ഹജ്ജിന് വന്നാൽ എന്താവും സ്ഥിതി? അവിടെ അനിയന്ത്രിതമാകും, അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ വ്യവസ്ഥകൾ വെക്കും. ഒരിക്കൽ ഹജ്ജിന് വന്ന ആളുകൾ പിന്നെ വരാൻ പാടില്ല, അവർ പിന്നെ 5 കൊല്ലം വരെ കാത്തിരിക്കണം, അത് കഴിഞ്ഞിട്ടേ ഹജ്ജിന് വരാൻ പാടുള്ളൂ. അതൊരു സുഗമമായ ഹജ്ജിൻ്റെ നടത്തിപ്പിന് ഉണ്ടാക്കുന്ന നിയമമാണ്. അതേ പ്രകാരം തന്നെ ഒരു കൊല്ലം ഒരു തവണ ഉംറക്ക് വന്നാൽ ഒരു 6 മാസം കാത്തിരിക്കണം പിന്നെ നിങ്ങൾ ഉംറക്ക് വരാൻ. കാരണം വരാത്ത ആളുകൾക്ക് കൂടുതൽ സൗകര്യം കിട്ടണം, ജനങ്ങളെല്ലാവരും കൂടി അവിടെ തിക്കും തിരക്കും കാണില്ല. അപ്പോൾ ഒരു നിശ്ചിത എണ്ണം കോട്ട എല്ലാവരും കൊടുക്കും. ഇന്ത്യക്കാർക്ക് ഇത്ര കോട്ട, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇത്ര കോട്ട, അതുപോലെ ലോകത്തുള്ള ഹജ്ജിന് വരുന്ന രാജ്യങ്ങൾക്കൊക്കെ സൗദി അറേബ്യ കോട്ടകൾ നിശ്ചയിച്ചു കൊടുക്കും. അപ്പം അതിന് നമ്മൾ പറയണം, ഇല്ല എനിക്കൊക്കെ ഏത് സമയത്തും ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഹജ്ജിന് പോകാൻ എനിക്ക് അവകാശം വേണം എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. അവർ നിശ്ചയിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. അത് നമ്മളും അനുസരിക്കണം എന്നർത്ഥം. പിന്നെ ഇതേ കാര്യം തന്നെ ഇപ്പം വിധി, കോടതികൾ, അതുപോലെ തന്നെ മറ്റ് കടകൾ, ആ കടകൾക്ക് ലൈസൻസ് വേണം. അതുപോലെ തന്നെ ആ കടകളിൽ വിൽക്കുന്ന സാധനങ്ങളിൽ ഡേറ്റ് എഴുതി വെക്കണം. ഇന്ന സമയത്താണ് അതിൻ്റെ മാനുഫാക്ചറിങ് നടന്നത്, ഇന്ന സമയത്താണ് ഇതിൻ്റെ എക്സ്പയറി. അതുപോലെ തന്നെ വില പട്ടിക പ്രദർശിപ്പിക്കണം. ഇതൊക്കെ ഓരോ നിയമങ്ങളാണ്. അപ്പോൾ കരിഞ്ചന്ത ഇല്ലാതിരിക്കാനും കൃത്രിമമായ വില കൂട്ടി വിൽക്കാതിരിക്കാനും ഒക്കെയാണ് അത്തരം വ്യവസ്ഥകൾ വെച്ചത്. അപ്പം അതൊക്കെ ഒരു ഭരണകൂടം ചെയ്യുമ്പോൾ അതനുസരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അടുത്ത ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മഉ വഅതിഉ വയുസ്തഅമിലു അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ കഅന്ന റഅസഹു സബീബ. പിന്നെ ഹബശി എന്ന് പറഞ്ഞാൽ അബിസീനിയക്കാരനായ ഒരു പൗരൻ,
അതാണ് ഹബഷി എന്ന് പറയുന്നത്. അപ്പം അയാൾ അറബിയല്ല, അറബി ഭാഷ അയാൾക്ക് അറിയില്ല. മാത്രമല്ല അറബികളുടെ ശാരീരിക പ്രകൃതമല്ല അബസീനിയക്കാരൻ്റെ പ്രകൃതം. അയാൾക്ക് നിറം കറുത്തിട്ടായിരിക്കും പലപ്പോഴും. ഇവരുടെ മുടിയാണെങ്കിൽ നേരെ വാർന്നു വെക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അബസീനിയക്കാരൻ്റെ മുടി ചുരുണ്ടുകൂടിയതായിരിക്കും മിക്കവാറും, എല്ലാവരും എന്നല്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പൂർണ്ണമായും അറബി പ്രകൃതത്തിൽ പെടാത്ത അറബികൾക്ക് പുറത്തുള്ള ഒരാൾ, അയാളാണ് നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി നിശ്ചയിക്കപ്പെടുന്നതെങ്കിലും നിങ്ങൾ അവനെ അനുസരിക്കണം. അങ്ങനെ വരാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുകയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു അബസീനിയയിൽ നിന്ന് ഒരു അടിമ വന്നു, അയാൾക്ക് പിന്നീട് സ്വാതന്ത്ര്യം കൊടുത്തു, അയാളുടെ സാധാരണക്കാരായ മാതിരി ജീവിക്കൽ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ദീനും ഹുലുക്കും കാര്യങ്ങളൊക്കെ ശരിയായപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അപ്പോൾ അവനനുസരിക്കണം. ഉദാഹരണത്തിന് ഇബ്നു ഉബുസ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ചരിത്രമുണ്ട്. ഇബ്നു ഉബുസ, അദ്ദേഹം ഒരു അടിമയായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം മൗലയായി, അതായത് സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട, എന്നാൽ സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട അടിമയ്ക്കൊരു വലാ ഉണ്ടാവും, അനന്തരാവകാശമൊക്കെ അയക്കാൻ കിട്ടുക. അപ്പം അങ്ങനെയുള്ള ഒരു അടിമയാണ് ഇയാൾ ഇബ്നു ഉബുസ. അപ്പം അദ്ദേഹത്തെ മക്കയുടെ ഭരണം ഏൽപ്പിച്ച് മക്കയിലെ ഭരണാധികാരിയായിരുന്ന നാഫി ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആൾ ആ മക്കയിൽ നിന്ന് പുറത്തു വന്ന് അസ്ഫാനിലെത്തിയപ്പോൾ അവിടെ ഖലീഫയായ ഉമറുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിന് അസ്ഫാനിലെത്തിയതാണ്. അപ്പോൾ മക്കത്ത് താൻ ഏൽപ്പിച്ച ഗവർണർ നാഫി എന്താ ഇവിടെ, നിങ്ങളെ ഞാൻ അവിടെ ഭരണം നോക്കാനല്ലേ ഏൽപ്പിച്ചത്, പിന്നെ നിങ്ങളങ്ങ് ഇവിടെ എത്തി, നിങ്ങൾക്ക് പകരം രാജ്യത്തിൻ്റെ മക്കയുടെ കാര്യം നോക്കാൻ ആരാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അവിടെ ഇബ്നു ഉബുസ ഉണ്ട്, ഞാൻ അയാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇബ്നു ഉബുസ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലാമിൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരാളാണ്. ആര്? ഇബ്നു ഉബുസ. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, അടിമനെ ഏൽപ്പിച്ചത് ഒരു നാട്ടിൻ്റെ, അതിൻ്റെ പ്രത്യേകിച്ച് മക്കയുടെ ദൈനംദിന കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു അടിമയോ? അപ്പോൾ നാഫി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അയാൾ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളാണ്, ഖുർആനിൽ മഹാപണ്ഡിതനാണ്, ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള ആളാണ്, മതപരമായ വിജ്ഞാനമുള്ള ആളാണ്, വ്യക്തിപരമായി അദ്ദേഹം വളരെ യോഗ്യനാണ്. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞെന്താ, അങ്ങനെ എന്നാലൊന്നും ഈ അറബികളല്ലാതെ വേറെ ആരെയും അവിടെ ഭരണാധികാരിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞത്, ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തും, ചില ആളുകളെ അള്ളാഹു താഴ്ത്തിക്കളയും. ഇവിടെ അള്ളാഹു ഉയർത്തിയ ആളാണ് ഇബ്നു ഉബുസ. ആ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം അയാൾക്കുണ്ട് എന്നൊരൊറ്റ കാരണത്താലാണ് ഈ നാഫിന് അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ, ഞാൻ വരുന്നത് വരെ ഭരണകാര്യങ്ങൾ താങ്കൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് അയാൾക്ക് വക്കാലത്ത് കൊടുത്തത്. അപ്പോൾ രാജ്യം ഭരിക്കാൻ വരെ അർഹനായി. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി ഏൽപ്പിക്കപ്പെടുന്നതുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്ന റഅസഹു സബീബ. സബീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ മുന്തിരി, അതാണ് സബീബ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കുന്നത് പോലെയാണ് ഇവരുടെ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത്തരം ഒരടിമയാണ് നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി ഏൽപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും ഇസ്മഉ വഅതിഉ, നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം എന്നർത്ഥം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന അടുത്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈക അസ്സംഉ വത്തഅതു ഫി ഉസ്രിക വയുസ്രിക വമൻഷിതിക വമക്റഹിക വഅസറത്തിൻ അലൈക. നീ ഭരണാധികാരിയെ അല്ലെങ്കിൽ കൈകാര്യകർത്താക്കളെ എന്ത് ചെയ്യണം? അനുസരിക്കണം. നിനക്ക് വിഷമകരമായ എന്ന് പറഞ്ഞാൽ നിന്റെ ഉസുർ പ്രയാസമുള്ള അവസരത്തിലും യുസുർ നിനക്ക് എളുപ്പമുള്ള അവസരത്തിലും, നിനക്ക് ആശ്വാസമാണ്, ഐശ്വര്യമാണ്, തകരാറൊന്നുമില്ല, അപ്പം മാത്രം അനുസരിച്ചാൽ പോരാ. ഉസുർ നിനക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നീ അനുഭവിക്കുന്ന ഘട്ടത്തിലും ഈ അനുസരണത്തിൽ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല. മനുഷ്യത്തിക്കോ മക്രഹിക്ക, നിനക്ക് ഒരു സന്തോഷമുണ്ടാകുന്ന, നശാത്തുണ്ടാകുന്ന, ഉത്സാഹഭരിതനായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്രഹിക്ക, നീ
ഉത്സാഹമില്ലാത്ത, നീ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ, അപ്പോൾ നീ അനിഷ്ടമുള്ളവനായിരിക്കുമ്പോഴും നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. വാസറത്തിന് അലയിക്ക, മാത്രമല്ല നിനക്ക് അവകാശപ്പെട്ട പലതും നിനക്ക് ലഭിക്കാതെ, അത് അസറത്തിന് അലയിക്കാന്നാണ്. നിനക്കെതിരായി സ്വാർത്ഥത കുടികൊള്ളുമ്പോൾ നിനക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും എന്താണ് അവിടെ അഹഫുൽ ററൈനിയാണ് പ്രശ്നം. ശരിക്കും മനസ്സിലാക്കണം പോയിന്റ്. ഇതൊക്കെ പിന്നെ ഏതോ സുഖലോലുപന്മാരായ ഭരണാധികാരികൾക്ക് ഏത് അനീതിയും ചെയ്യുവാനുള്ള തുറന്ന കച്ചീട്ട് കൊടുക്കലാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന, എഴുതുന്ന നമ്മുടെ നാട്ടിലെ വലിയ ആൾക്കാരുണ്ട്, വലിയ ഇസ്ലാമിസ്റ്റുകളുണ്ട്. പക്ഷെ പ്രവാചകന്റെ വാക്കുകൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ രണ്ട് വിധത്തിലുള്ള ഉപദ്രവമുണ്ട്. ഒന്ന്, വ്യക്തികളായ ആളുകൾക്ക് ചില അസൗകര്യങ്ങളൊക്കെ ഇയാളുടെ ഭരണത്തിലുണ്ട്, ശരിയാണ്. പക്ഷേ നാട്ടിൽ സാധാരണ മാതിരിയുള്ള നാടിൻ്റെ അവസ്ഥകളും, നമ്മുടെ ആവശ്യങ്ങൾ അങ്ങാടിയിൽ പോയാൽ നമുക്ക് വാങ്ങാൻ കിട്ടും, പള്ളിയിൽ പോയാൽ നമുക്ക് ആരാധന നടത്താൻ പറ്റും, വിദ്യാലയങ്ങളുണ്ട്, അവിടെ പോയി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം, വാഹനങ്ങളുണ്ട്, അത് പോകാൻ റോഡുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആ നാട്ടിലുണ്ട്. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടി ഇളക്കി വിട്ട് വലിയ മുദ്രാവാക്യം വിളിച്ച് ജാഥ നയിച്ച് ആയുധമെടുത്ത് ബസ്സിന് കല്ലെറിയലും അതേപ്രകാരം തന്നെ പൊതുമുതൽ നശിപ്പിക്കലും അതുപോലെയുള്ള കൂത്താട്ടങ്ങളും നടത്തിയാൽ പിന്നെന്താ സംഭവം ഉണ്ടാവുക? ആ നാട്ടിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല, ഒരാൾക്കും സുഖമായി ജീവിക്കാൻ പറ്റില്ല, ഒരാൾക്കും അവൻ്റെ വീട്ടിൽ പോലും സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ടുള്ള അങ്ങനെ ഏതെങ്കിലും ചില ദുരുപദിഷ്ട ആളുകളുടെ പ്രഖ്യാപനം കേട്ട് ഈ വിപ്ലവത്തിനിറങ്ങിയാൽ അത് ഒരു നാട് മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ദോഷങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അവകാശങ്ങൾ കിട്ടുന്നില്ല, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് നിരന്തരമായ ചില പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന്. എന്നാൽ ഞാൻ ക്ഷമിക്കുന്നു. എന്തിനു വേണ്ടി? പൊതുസമാധാനം നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി. അവിടെ പെട്ടെന്നൊരു അരാജകത്വം സൃഷ്ടിക്കുന്നതിനേക്കാൾ നിലവിലുള്ള അവസ്ഥ തുടരുന്നതാണ് ആ സമൂഹത്തിന് നല്ലത് എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ കുഴപ്പമുണ്ടാക്കാൻ മെനക്കെടുന്നില്ല. അതാണ് ഇസ്ലാമിൻ്റെ വിധി. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഒരു വലിയ ഹദീസല്ല, കുറച്ചൊരു ദൈർഘ്യമുള്ളതാണ്, എന്നാൽ ഒരുപാട് വിഷയങ്ങളിൽ പഠിക്കാണ്ട്. അബ്ദുല്ലാഹിബിൻ അംർ ഇബ്ൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി. അദ്ദേഹം പറയാണ്, ഖാല കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫരിൻ, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഒരു യാത്രയിലാണ്. ചിലപ്പോൾ അത് യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൗത്യം നിർവഹിക്കാനുള്ള യാത്രകളിലാവാം, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി വരുന്ന യാത്രയാവാം. ഏതായാലും പ്രവാചകനോടൊപ്പം മദീനയിൽ നിന്ന് പുറത്തുപോയി ഒരു യാത്രയിലാണ്. അപ്പോൾ നസൽന മൻസിലൻ, അങ്ങനെ അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടകങ്ങളുടെ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി അങ്ങനെ കുറേ ദൂര ദിക്കുകളിലേക്ക് യാത്ര ചെയ്യലാണല്ലോ. അപ്പോൾ കുറേ യാത്ര ചെയ്താൽ ഇടയ്ക്ക് ഒരു ഇടത്താവളത്തിൽ ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ ഒരു ഇടത്താവളത്തിൽ യാത്ര താൽക്കാലികമായി നിർത്തി അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ പിന്നെ ആൾക്കാരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഇറങ്ങി എല്ലാവർക്കും റെസ്റ്റ് എടുത്തോളി എന്ന് പറഞ്ഞ് പൊതു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടു. ചില ആളുകൾ അവരുടെ പിന്നെ ഹൈമകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കുക, യുസ്ലിഹു ഹിബാഅഹു, അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് തുന്നേണ്ടടുത്ത് തുന്നി, പിന്നെ ഇങ്ങനെയുള്ള പണി ചെയ്യുന്ന ആളുകളുണ്ട്. വമിന്നാമൻ യൻതളിർ, ചില ആളുകൾ എന്ത് ചെയ്തു? കിട്ടിയ അവസരത്തിൽ അമ്പെയ്ത്ത് മത്സരം, നല്ല അമ്പ് കൊലച്ച് എത്രയും ദൂരത്തേക്ക് അമ്പെത്തുന്നുവോ അതാണല്ലോ അമ്പെയ്ത്ത് മത്സരം. അതുപോലെ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാൽ ആ ലക്ഷ്യത്തിൽ എൻ്റെ അമ്പ് കൊള്ളുന്നുണ്ടോ, അത് മറ്റൊണ്ടത് കൊണ്ടോ, ആരതാണ് ഏറ്റവും ഷാർപ്പായിട്ട് ലക്ഷ്യത്തിലെത്തിയത്, ഇതൊക്കെ ഒരു പിന്നെ നല്ല അമ്പെയ്ത്തുകാരനെ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ അമ്പെയ്ത്തുകാരന് പരിശീലനം കൊടുക്കുന്ന പരിപാടികളാണ്. അപ്പം അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നമ്മളും സംഘടിപ്പിക്കാറുണ്ട്. ഇതേ തത്തുല്യമായ അമ്പെയ്ത്ത് എന്നുള്ളതല്ല. അപ്പോൾ കുറച്ചാളുകൾ അതിൽ ഏർപ്പെട്ടു. കുറച്ചാളുകൾ ഒമിന്ന മൻഹുവ ഫി ജശരിഹി,
അവരുടെ യാത്ര ചെയ്തു വന്ന മൃഗങ്ങളുണ്ട്. അതിന് പുല്ലുള്ള ഇടത്തേക്ക് കൊണ്ടുപോയി പുല്ല് കാണിച്ചും വെള്ളം കൊടുക്കേണ്ടിടത്ത് വെള്ളം കൊടുത്തും അതിനെ പരിചരിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെയുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരവസരത്തിലാണ് പെട്ടെന്ന് ഒരു വിളി കേൾക്കുന്നത്. എന്താണ് ആ വിളി? അസ്സലാത്തു ജാമിഅ, അസ്സലാത്ത് ജാമിഅ. അപ്പൊ ഇത് പെട്ടെന്ന് ശ്രദ്ധ ആ വിളിച്ച ആളുകളിലേക്ക് തിരിയണം. എന്നിട്ട് അയാൾ പറയുന്നു എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടണം. അങ്ങനെ അസ്സലാത്തു ജാമിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ നിർത്തിയിട്ട് നേരെ ചെന്നു. ഇജ്തമഅന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ഞങ്ങളോട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകാൻ ക്യാപ്റ്റൻ, ആ ട്രൂപ്പിൻ്റെ ലീഡറായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിളംബരക്കാരൻ എല്ലാവരോടും ഇവിടെ വരണം എന്ന് വിളിച്ചു പറഞ്ഞു. ചെന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇരുന്നു. ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹക്കൻ അലൈഹി അൻ യദുല്ല ഉമ്മത്തുഹു അലാ ഖൈരിൻ മാ യഅലമുഹു ലഹും വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും. എല്ലാ പ്രവാചകന്മാർക്കും നിർബന്ധമാണ്. അത് എൻ്റെ മുമ്പുള്ള പ്രവാചകനും അങ്ങനെ തന്നെയാണ്, പ്രവാചകന്മാർക്ക് അങ്ങനെ തന്നെയാണ്. ജനങ്ങൾക്ക് എന്താണ് ഖൈറ് എന്ന് ആ പ്രവാചകൻ അറിയുന്ന കാര്യം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ഷർറായി വരുന്ന കാര്യം, തിന്മയായി വരുന്ന കാര്യം അതെന്താണ് എന്നും ആ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകണം. ഇത് രണ്ടും പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയാണ്. എന്തൊക്കെ ഖൈറുണ്ടോ അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണോ ഷർറായി വരുന്നത് അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മുന്നറിയിപ്പും കൊടുക്കണം. വഇന്ന ഉമ്മത്തക്കും ഹാദിഹി ജുഇല ആഫിയത്തുഹാ ഫി അവ്വലിഹ. നിങ്ങളുടെ ഈ ഉമ്മത്ത് അഥവാ പ്രവാചകൻ വന്നല്ലോ, പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്ത്, ഇപ്പൊ നിലവിലുള്ള ആ മുസ്ലിം സമൂഹം, മനസ്സിലായില്ലേ? ആ സമൂഹത്തിന്റെ സൗഖ്യം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ തലമുറയിലാണ്. അതായത് പ്രവാചകനും സഹാബത്തും ജീവിച്ച ആ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഏറ്റവും ആഫിയത്ത്. കാരണം അന്ന് ഫിത്നകളില്ല, കുഴപ്പങ്ങളില്ല, നാശങ്ങളില്ല. വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി അവർ യുദ്ധങ്ങളുണ്ടാവാറുണ്ട്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളോടുള്ള യുദ്ധമാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളല്ല. അപ്പോൾ പൊതുശത്രുവിനോടുള്ള യുദ്ധങ്ങളുണ്ടാകും. എന്നാൽ മുസ്ലിം സമൂഹം വളരെ സുരക്ഷിതത്വത്തിലും അതുപോലെ തന്നെ ഇതുപോലെ അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തും ഉമർ ഖത്താബിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നീട് കുഴപ്പം തുടങ്ങുന്നത് എന്താണ്? സുരക്ഷിതമായ ആ വാതിൽ തുറന്നപ്പോഴാണ്. ആ വാതിൽ തുറന്നത് എപ്പോഴാണ്? അതിൽപ്പെട്ടതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വധം. അതൊരു മുസ്ലിമിനാൽ കൊല്ലപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് അൽഹംദുലില്ലാ, എന്നെ ഒരു മുസ്ലിം അല്ലല്ലോ വധിച്ചത്, ഒരു മജൂസിയാണ്, അബൂലൂല എന്ന് പറയുന്ന ഒരു മജൂസിയായ അടിമ. മുഗീറത്ത് ബിൻ ശുഅബയുടെ പിന്നെ ഒരു അടിമയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഭരണാധികാരി എന്ന നിലയ്ക്ക് യജമാനനോട് ചില ആനുകൂല്യങ്ങൾ, ഞാൻ യജമാനന് കൊടുക്കുന്ന കപ്പം, അതല്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നതിൽ നിന്ന് യജമാനന് കൊടുക്കുന്ന വിഹിതം കുറച്ച് തരാൻ പറയണം എന്ന് ഉമർ ഖത്താബിനോട് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, നിന്റെ ജോലി എന്താണ്? അപ്പോൾ ഞാൻ ആട്ടുകല്ലുണ്ടാക്കുന്ന, അതായത് ഉണ്ടല്ലോ ഈ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന, പിന്നെ അതിനിപ്പം നമ്മുടെ പൊടിമില്ലിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ അന്നത്തെ രൂപം, അങ്ങനെ മാവ് അരക്കാനും പൊടികൾ പൊടിക്കാനൊക്കെ ഉള്ള ആട്ടുകല്ല് ഉണ്ടാക്കുന്ന പണിയാണ്. ഓ, അത് നല്ല പണിയാണല്ലോ, അതിന് നല്ല കൂലിയും കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ നിന്റെ യജമാനന് നിർബന്ധമായും കൊടുക്കേണ്ട വിഹിതം അത് കുറച്ച് തരണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യം അതില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ചങ്ങാതിയുടെ ആവശ്യം സ്വീകരിക്കാതെ വെറുതെ വിട്ടു. അതൊരു പകയായിട്ട് എങ്ങനെ മനസ്സിൽ കരുതി കൊണ്ടു നടന്നു. ഒരു സുബഹി നമസ്കാരത്തിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ അങ്ങനെ സഫിൽ ഇയാളും വന്ന് നിന്നു. സഫിൽ നമസ്കാരം ആരംഭിച്ച ഉടനെ നടുക്ക് പിടിയും
രണ്ട് ഭാഗത്തേക്കും കത്തിയുമുള്ള ഒരു കത്തി കൊണ്ട് ഇദ്ദേഹം ഉമർ റളിയല്ലാഹുവിനെ കുത്തി. അങ്ങനെ ആ കുത്തേറ്റ് അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റു. 3 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു മരണപ്പെട്ടു. ഇദ്ദേഹം ഇങ്ങനെ കുത്തി ഓടി. അപ്പോൾ അയാളെ പിടിക്കാനായി കുറേ ആളുകൾ പിന്നാലെ ഓടി. പിടിച്ചവരെയൊക്കെ അയാൾ കുത്തി. അങ്ങനെ 13 ആളുകൾ അനുബന്ധമായി മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ മജൂസിയുടെ അഗ്നി ആരാധകന്റെ ഈ കുത്തേറ്റ് 13 ആളുകൾ പിന്നെ മരിച്ചു. അവസാനം ഒരു വലിയ പുതപ്പ് ഇയാളുടെ ദേഹത്തിട്ട് ഇയാളെ ഒരു സഹാബി പിടിമുറുക്കിയപ്പോൾ അയാൾ ഈ കത്തി സ്വയം ഉപയോഗിച്ച് സ്വന്തം ആത്മഹത്യ ചെയ്തു. അതായത് തന്നെ പിടിച്ചാൽ ഏതായാലും വധം ഉറപ്പാണ്. അപ്പോൾ മൂപ്പര് തന്നെ മൂപ്പരുടെ കത്തി കൊണ്ട് സ്വയം അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കറിയാലോ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നു. അപ്പോഴേക്ക് പിന്നെ അദ്ദേഹത്തെ വധിക്കുവാനുള്ള ഖവാരിജകളുടെ പിന്നെ പുറപ്പാട് തുടങ്ങി. പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ കാലത്തുള്ള കുഴപ്പങ്ങൾ, പിന്നെ ഷിയ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം എന്നും പറഞ്ഞ് രംഗത്ത് വന്ന ഷിയാക്കൾ, അവരുടെ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് നാശങ്ങൾ സമൂഹത്തിൽ വന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ സമുദായത്തിൻ്റെ ഈ ആരംഭത്തിലുള്ള നിങ്ങളാണ് ഏറ്റവും ആഫിയത്തുള്ളവർ. എന്നാൽ ഈ സമുദായം അങ്ങ് കുറേ പതിറ്റാണ്ടുകൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ സമൂഹത്തെ ബാധിക്കാനുണ്ട്. തുംകിറൂനഹ, നിങ്ങൾ അവയൊക്കെ വളരെയധികം പിന്നെ ബേജാറോടും അതുപോലെ തന്നെ വെറുപ്പോടും കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ ഈ സമുദായത്തിന് വരും. തജീവ് ഫിത്നത്തുൻ യുറഖിഖ് ബഅദുഹ ബഅദൻ, ഒരു ഫിത്ന വരും, അപ്പോൾ അതിനേക്കാൾ വലിയ ഫിത്ന അതിൻ്റെ ശേഷം വരും. അപ്പോൾ അതിനേക്കാൾ വലിയ ഫിത്ന വരുമ്പം ആദ്യം നീ അനുഭവിച്ച ഫിത്ന ചെറുതാണെന്ന് നിനക്ക് തോന്നും. ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി ഫിത്നകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ആദ്യം നീ അകപ്പെട്ട ഫിത്ന നിനക്ക് വന്നപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ഫിത്ന വരുമ്പോൾ ഈ ഫിത്ന ചെറുതാണല്ലോ എന്ന് നിനക്ക് തോന്നും. ഒത്തജീൽ ഫിത്നത്ത് യഖൂൽ മുഅ്മിൻ, ഒരു ഫിത്ന വരുമ്പോൾ വിശ്വാസി പറയും ആദിഹി മഹ്ലക്കത്തി, ഞാൻ ഏതായാലും ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ ഇതിൽ മരണപ്പെട്ടു പോകും എന്ന് അവൻ പറയും. സുമ്മ തൻകശിഫ്, പിന്നെ ആ ഫിത്ന അങ്ങ് ഇല്ലാതെയാവും. ഒരു നാശം വരും, കുറേ ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിലാവും, പിന്നെ അതങ്ങില്ലാതെയാവും. ഒത്തജീൽ ഫിത്നത്തു ഫയഖൂൽ മുഅ്മിൻ, രണ്ടാമതൊരു ഫിത്ന വരുമ്പോൾ ഹാദിഹി ആദിഹ, ഇതാണ് ഫിത്ന, ഓ ഇത്ര ഗൗരവമുള്ള, ഇത്ര നാശം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അഹബ്ബ അൻ യുസഹസഹ അനിൻ നാരി വയദ്ഖുലൽ ജന്ന ഫൽതഅതി മനിയതുഹു വയുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന കാലഘട്ടം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നരകത്തിൽ നിന്ന് ദൂരെ പോകണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ മരണം വരുമ്പോൾ അവൻ ഈ 2 വിശ്വാസം ഉറപ്പിക്കണം. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ടാമത്തത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം. ഈ 2 കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി നിലനിർത്തണം. അങ്ങനെ നിനക്ക് മരണം വന്നാൽ ഒരു പ്രയാസവുമില്ല. കാരണം ഈ 2 കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിലുള്ള ഈമാൻ, രണ്ടാമത്തത് മരണപ്പെട്ടാൽ അവിടെ ഒരു ജീവിതമുണ്ട്, അൽ ഹയാത്തുൽ ഉഖറവിയായ ജീവിതമുണ്ട് എന്ന വിശ്വാസം. ഈ 2 വിശ്വാസവും മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. മാത്രമല്ല, തന്നോട് ജനങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് അവൻ താല്പര്യപ്പെടുന്നുവോ അതുപോലെയുള്ള സ്വഭാവങ്ങൾ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കണം. അതായത് കാര്യങ്ങൾ എപ്പോഴും വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ള ആളുകൾ നമ്മൾ പെരുമാറുന്ന മാതിരി പെരുമാറാൻ പാടില്ല എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ പിന്നെ ആ പെരുമാറ്റം നമുക്ക് പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആളോട് എങ്ങനെയും പെരുമാറാം, ആളുകൾ നമ്മോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നീതിയല്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് ജനങ്ങളുടെ സമീപനം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് അങ്ങോട്ട് സമീപനം കാണിക്കണം. ഒമൻ ബായ ഇമാമൻ ഫഅതാഹു സബഖത്തെ, ഇന്നലെ ഒരു ഇമാമിന് പോയി ബൈഅത്ത് കൊടുത്തു, അയാളെ തൻ്റെ ഭരണാധികാരിയായി അംഗീകരിച്ചു.
എന്നിട്ട് അദ്ദേഹത്തിന് എല്ലാ കൂറും അനുസരണവും പകർന്നു കൊടുത്തു. അങ്ങനെയുള്ള ഭരണാധികാരിയെ ഫൽ യുതിഉഹു ഇനിസ്തതാ, അവന് സാധിക്കുന്നിടത്തോളം അനുസരിക്കണം. ഫഇൻ ജാഅ അംറുൻ യുനാസിഉഹു ഫദ്രിബു ഉനുകൽ ആഖർ ഫഇൻ ജാഅ ആഖറു യുനാസിഉഹു. ഇനി ആ ഭരണാധികാരി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രതിവിപ്ലവവുമായി വന്നാൽ ഈ ഭരണാധികാരിയെ നീക്കം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടിൽ ഒരു കലാപക്കൊടിക്ക് ആഹ്വാനം ചെയ്താൽ ഒന്നുകല്ലാഹർ, ആ ആഹ്വാനവുമായി വന്നവൻ്റെ കഴുത്ത് വെട്ടണം, അവനവിടെ ജീവിക്കാൻ അനുവദിക്കരുത്. അപ്പം അങ്ങനെ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ ഇയാൾ ഈ കുഴപ്പമായിട്ടൊന്നും ആൾക്കാർ ഇറങ്ങൂല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളൊക്കെ പലയിടത്തും അവരുടെ സ്വകാര്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ അവരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞത്, ഏതൊരു നബിയുടെയും ഡ്യൂട്ടിയാണ് ഞാനും നിർവഹിക്കുന്നത്. ജനങ്ങൾക്ക് ഗുണകരമായ കാര്യം എന്തുണ്ടോ അത് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് ദോഷമായി വരുന്നതെന്നുണ്ടോ അതിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അതാണ് ഇപ്പോൾ നിർവഹിച്ചത്. അൽഹംദുലില്ലാ, വളരെ വ്യക്തമായ കാര്യങ്ങളാണ് ഈ ഹദീസിലൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിൽ അവൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.